ഗേ ഡേറ്റിംഗ് ആപ്ലിക്കേഷനായ GR എന്നറിയപ്പെടുന്ന ഗ്രൈൻഡർ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ വഴി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ചൂഷണം ചെയ്യുന്നതായി കണ്ടെത്തൽ. ആപ്പിലൂടെ പരിചയം സ്ഥാപിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, ലഹരി വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കൽ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികാവശ്യവുമായി സമീപിക്കുന്നതൊക്കെ പതിവാണ്. കാസർകോട്ട് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയം സ്ഥാപിച്ച് ബേക്കൽ AE ഉൾപ്പെടെ ഒട്ടേറെ പേർ പീഡനത്തിനിരയാക്കിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇതു സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചത്. കോഴിക്കോട് നഗരത്തിലെ കോളേജ് വിദ്യാർത്ഥി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആപ്ലിക്കേഷന്റെ പിറകിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് നിയമപരമായി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനാകില്ല. എന്നാൽ ഫോൺ നമ്പർ, മെയിൽ എന്നിവ ഉപയോഗിച്ച് തെറ്റായ വയസ്സ് നൽകിയാൽ ആപ്പ് ഉപയോഗിക്കാം. കോഴിക്കോട് നഗരത്തിലെ പ്രായപൂർത്തിയാകാത്ത ഒട്ടേറെ വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലകളിലും സമാന സാഹചര്യം നിലനിൽക്കുകയാണ്. വീട്ടുകാരുടെ ഫോൺ ഉപയോഗിച്ചാണ് ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ഉണ്ടാക്കി അപരിചിതരുമായി ചാറ്റ് ചെയ്യുന്നത്. മക്കൾക്ക് ഫോണില്ലെന്ന് കരുതി മാതാപിതാക്കൾക്ക് ആശ്വസിക്കാൻ കഴിയാത്ത കാലമാണിത്. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ മാതാപിതാക്കളുടെ ഫോൺ ഉപയോഗിച്ചാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഫോൺ ലഭിക്കുമ്പോൾ മാത്രം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും, ഉപയോഗത്തിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്യും. ഇതറിയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ആപ്പിൽ അക്കൗണ്ട് തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ ഒട്ടേറെ സന്ദേശമാണ് വന്നത്. പേരും സ്ഥലവും വയസ്സും ചിത്രങ്ങളും ആദ്യം ചോദിക്കും. പിന്നീട് സഹൃദത്തിന് താല്പര്യമുണ്ടോ എന്നാണ് ചോദ്യം. ഓരോ പ്രൊഫൈലിലും ലൈംഗിക താല്പര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആപ്പിൽ സന്ദേശമയച്ച കോഴിക്കോട് നഗരത്തിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയുള്ള 48-കാരനായ ഹോട്ടലുടമ തന്റെ ലൈംഗിക വൈകൃതങ്ങൾക്കിരയാകാൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. താല്പര്യം ഇല്ലെന്ന് പറഞ്ഞതോടെ പണം വാഗ്ദാനം ചെയ്തു. ആദ്യം ഉപദേശ രൂപത്തിൽ സംസാരം, പിന്നീട് സ്നേഹവാത്സല്യത്തോടെയുള്ള സമീപനം, ഒടുവിൽ ലൈംഗികാവശ്യം തുറന്നു പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തേടി ഒട്ടേറെ പേരാണ് ആപ്പിലുള്ളത്. ആപ്പ് വഴി ലഹരി വിൽപ്പനയും സജീവമാണ്. ലഹരി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുള്ള സന്ദേശ പ്രവാഹമായിരുന്നു. നഗരത്തിൽ എവിടെയും ലഹരി എത്തിച്ചു തരാമെന്ന് ഇടനിലക്കാരൻ. പോലീസിന്റെ നിരീക്ഷണമുള്ളതിനാൽ ലഹരി വാങ്ങാൻ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ ലഹരി ഒളിപ്പിച്ച് സൂക്ഷിക്കാനുള്ള മാർഗം ചിത്രം സഹിതം വിശദീകരിച്ചു. അധികം പണം നൽകാതെ നഗരത്തിൽ എവിടെയും ഏത് ലഹരിയും എത്തിച്ചു നൽകാമെന്നാണ് ഇടനിലക്കാരൻ പറഞ്ഞത്. മെത്ത് എന്നറിയപ്പെടുന്ന രാസലഹരി ആപ്പിലൂടെ പലരും വാങ്ങുന്നുണ്ട്. കുട്ടികൾക്ക് ലഹരി നൽകിയാണ് പലരും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത്. മുൻപുണ്ടായ ദുരനുഭവമാണ് പലരെയും പിന്നീട് ഇത്തരം ഡേറ്റിംഗ് ആപ്പിലെത്തിക്കുന്നതെന്ന് ആപ്പ് മുൻപ് ഉപയോഗിച്ചിരുന്നവർ പറയുന്നു. കോഴിക്കോട് ജില്ലയുടെ പേരിൽ സമൂഹ മാധ്യമത്തിലെ ഗേ ഗ്രൂപ്പിൽ 5000-ലധികം അംഗങ്ങളാണുള്ളത്. ഡേറ്റിംഗ് ആപ്പിലൂടെ കുഞ്ഞുങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത കേസ് കേരളത്തിൽ ആദ്യത്തേതാണെന്ന് കാസർകോട് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി. കുട്ടികൾ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുമ്പോൾ പാരന്റൽ കൺട്രോൾ എന്ന ഓപ്ഷനിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന അന്വേഷണ സംഘം ഇതെണ്ണയും മരുന്നുമില്ലാതെ തീപിടിക്കുന്ന കാലമാണ്. കരുതിയിരുന്നാൽ നന്ന്.